വിവാഹം കഴിഞ്ഞ പാടെ അനാമികയുടെ അഹങ്കാരം സ്റ്റാർട്ടാവുന്നുണ്ട്. അനാമിക സപ്പോർട്ടായിട്ട് ദേവയാനിയും ജലജയും ജാനകിയുമുണ്ട്. എന്നാൽ എന്തായിരിക്കും സംഭവിക്കാന്നോർത്ത് ടെൻഷൻ അടിച്ച് നടക്കാണ് അജയനും ജയനും എല്ലാവരും. കാരണം നയനിക്കും നവിക്കും ആകെ സപ്പോർട്ട് ഉണ്ടായിരുന്നത് ജാനകി ആയിരുന്നല്ലോ. എന്നാൽ ജാനകിക്ക് മരുമോൾ എത്തിയ പിന്നെ ജാനകി അതും ഇല്ലാതാക്കി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആകെപ്പാടെ അങ്കലാപ്പിലാണ്. ഇപ്പോഴൊരു സമാധാനം ഇത്രയും നാളെ അടഞ്ഞു നിന്ന ആദർശ് നയനിക്ക് സപ്പോർട്ടായിട്ട് കൂടെ തന്നെയുണ്ട്. അങ്ങനെ അടുക്കള ജോലികളൊക്കെ തകൃതിയോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേവേനി പറയുന്നുണ്ട്, നയന അനാമിക മോക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്തൊക്കെയാണോ അതൊക്കെ ചോദിച്ചുണ്ടാക്കി കൊടുക്കണം കേട്ടല്ലോ, അതൊക്കെ നിന്റെ ഡ്യൂട്ടിയാ. നവി പറയുന്നുണ്ട്, അതെന്ത് പരിപാടിയാ, അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അവൾ ഉണ്ടാക്കട്ടെ. അല്ലെങ്കിൽ മീനാക്ഷി ചേച്ചി ഉണ്ടല്ലോ, മീനാക്ഷി ചേച്ചി പറ എന്തിനു നയനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? അവള് ചെയ്താൽ എന്താ കുഴപ്പം? ഇവിടെ വേറൊരു പണിയില്ലല്ലോ അവക്ക്, ചുമ്മാ വെറുതെ തിന്നുകൊണ്ടിരിക്കല്ലേ. അതിനുള്ള യോഗ്യം തോന്നും നിനക്കും അവക്കും ഇല്ല. നിന്നെ ഞാൻ അടുക്കള കയറ്റാടി, നിന്റെ പ്രസവം ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ കാണിച്ചിരുന്ന് പറയുന്നുണ്ട്. അതെ, നിങ്ങളുടെ വേലത്തിലൊക്കെ ഇവളുടെ അടുത്ത് നടക്കുള്ളൂ. കാരണം ഇവള് തിരിച്ചൊന്നും പറയില്ലല്ലോ, അതാണല്ലോ നിങ്ങളുടെയൊക്കെ ലക്ഷ്യം. പക്ഷേ എന്റെ അടുത്ത് ആ ഒരു പരിപാടി നടക്കാൻ പോകുന്നില്ല, ഞാൻ അതിന് സമ്മതിക്കത്തുമില്ല കേട്ടല്ലോ. എന്നെ കൊണ്ട് ജോലി ഏൽപ്പിക്കാന്ന് നിങ്ങൾ കരുതണ്ട എന്നും പറഞ്ഞിട്ട് നവ്യ പോവാണ്. ദേവേനി പറയാണ്, എന്തൊരു അഹങ്കാരി അവള്. നിന്റെ അല്ലേ ചേച്ചി, പിന്നെ എങ്ങനെ നന്നാവും? നീ ഇപ്പൊ പമ്മിയിരിക്കുന്ന എനിക്കറിയാം. ജാനകി പറഞ്ഞത് ശരിയാ. നവ്യ ഉള്ള കാര്യം ഉള്ളതുപോലെ മുഖത്തടിച്ച് പറയും, പക്ഷെ നീ പറയില്ല, നീ പ്രവർത്തിക്കേ ചെയ്യുള്ളൂ. എല്ലാം മനസ്സിലുള്ള ഒളിപ്പിച്ചു വെച്ച് അവസാനം നീ ഒരു ബോംബ് പൊട്ടിക്കും. അതാ നീ ഇപ്പൊ പതിയെ പതിയെ നീ എന്റെ മോനെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കല്ലേ. അമ്മേ, ഞാൻ ഒന്നിനും വരുന്നില്ല. അമ്മ പറഞ്ഞ ഫുഡ് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം, ദയവ് ചെയ്ത് എന്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ വരണ്ട നായനെ പറഞ്ഞിട്ട് അവിടുന്ന് ഫുഡ് ഉണ്ടാക്കാണ്. മീനാക്ഷി പറയാണ്, ഇപ്പൊ എല്ലാരും കൂടി മോക്കെതിരെ തിരിഞ്ഞല്ലേ മോളെ. ഒന്നും സാറില്ലേച്ചി, ഈ അടുക്കള ജോലിയൊക്കെ എനിക്ക് നല്ല വശ. മോള് ഫുഡൊക്കെ ഉണ്ടാക്കി മതി കേട്ടോ, ബാക്കി ജോലിയൊക്കെ ചേച്ചി ചെയ്തോളാം. അത് മാത്രമല്ല അതിയാന്റെ അസുഖം കുറച്ച് കുറവുണ്ട്, ഇനി മുതൽ ചേച്ചി മുടങ്ങാതെ വന്നോളാം. ഇത്രയും കാലം ആ ജാനകിയെങ്കിലും മോക്കൊരു സപ്പോർട്ടറുണ്ടായിരുന്നല്ലേ, ഇപ്പോ അവരും അടുക്കളയിൽ കയറാറില്ലല്ലേ. അതൊന്നും സാറില്ലേച്ചി, ഞാനും എന്റെ ചേച്ചിയൊക്കെ യോഗ്യതയില്ലാതെ കയറി വന്നതല്ലേ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഈ ഒരു ശിക്ഷ അവർ തന്നില്ലെങ്കിലേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല ചേച്ചി, ചേച്ചി സമാധാനം ജോലി ചെയ്തോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനാമികയ്ക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കറികളും ആ നയന ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ടേബിളിൽ വന്നിരിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. അപ്പോഴേക്കും അനാമിക കഴിച്ചു നോക്കിയിട്ട്, എന്തൊരു ടേസ്റ്റാ ഈ സാധനം ഉണ്ടാക്കുന്ന എല്ലാ കറികൾക്കും, എന്ത് രുചിയാന്ന് മനസ്സിലോർക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വിളമ്പി ഇഷ്ടം പോലെ കഴിക്കുകയാണ്. മുത്തശ്ശ പറയുന്നുണ്ട്, എന്താ മോളെ മോളിരിക്കുന്നില്ലേ? ഇല്ല മുത്തശ്ശ, ഞാൻ പിന്നീട് ഇരുന്നോളാം. അപ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, അവൾ പിന്നെ ഇരുന്നോളും, ഇപ്പൊ എല്ലാവർക്കും വിളമ്പണ്ടേ. മുത്തശ്ശൻ പറയാണ്, എല്ലാവർക്കും കൈയുണ്ടല്ലോ, വിളങ്ങി കഴിക്കണം, മോളിരിക്ക്. ആദർശി പറയാണ്, നയന ദാ എന്റെ അടുത്തൊരു കസേരയിട്ട് ഇരുന്നേ, ഇങ്ങോട്ട് ഇവിടെ വന്നിരിക്ക്. നീ അല്ലേ ഈ കറികൾ മൊത്തം ഈ ചോറും കറിയും എല്ലാം ഉണ്ടാക്കിയത്, നീ തന്നെ മാറിപ്പോയിരുന്നാൽ എന്ത് ചെയ്യാനാ? നീ ആദ്യം കഴിക്കേണ്ടത്, അതുകൊണ്ട് ഇവിടെ ഇരുന്നേന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് നയനെ അടുത്തിരുത്തി ചോറ് വിളമ്പി കൊടുക്കുകയാണ്. കറികളെല്ലാം നമുക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട്. വയറ് നിറച്ചുകൊണ്ട് ആഹാരം കഴിച്ചേ എന്ന് പറയാണ്. അങ്ങനെ നയനോടുന്ന് ആഹാരം കഴിക്കുന്നുണ്ട്. ജാനകിയും ജലജയും കൂടെ ദേവിയോട് പറയാണ്, കണ്ടില്ലേട്ടത്തി എന്ത് കാര്യമായിട്ടാ അവനെന്റെ ഭാര്യ സ്നേഹിക്കുന്നത്. വിളമ്പി കൊടുത്ത് അവനെ ഊട്ടാൻ പോവാ. ഇച്ചിരി അവള് ജോലി എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. ദേവേനി പറയാണ്, അതെല്ലാം മാറി മറിയും, എന്റെ മോനല്ലേ, ഞാനൊന്ന് കരഞ്ഞു കാണിച്ചാ അവൻ എന്റെ കണ്ണിൽ വീണോളും എന്ന് പറയുന്നുണ്ട്. ജാനകി പറയാണ്, അങ്ങനെ നല്ല ചേച്ചി, നായനെക്കുറിച്ച് ചേച്ചിക്ക് അറിയാൻ മേലായിട്ടാ അവളെ അതിനൊക്കെയുള്ള പ്ലാനിങ് നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനാമിക കറി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാനകി ചോദിക്കുന്നുണ്ട്, മോളെ കറിയില്ല മോക്ക് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ലമ്മേ, എങ്കിലും എന്റെ അമ്മ ഉണ്ടാക്കുന്നതൊന്നും ആയിട്ടില്ല, എങ്കിലും കുഴപ്പമില്ല. മോള് പറഞ്ഞ കറികളെല്ലാം ഉണ്ടാക്കിയിട്ടില്ലേ അവള്? ഉണ്ടമ്മേ, പക്ഷെ ഞാൻ പറഞ്ഞ ഉള്ളിത്തീല് മാത്രമില്ല. അതെന്താ ഏട്ടത്തി ഉള്ളിത്തീലുണ്ടാക്കാഞ്ഞേ എന്നിങ്ങനെ അനാമിക വലിയ ഇതിൽ ചോദിക്കുകയാണ്. അയ്യോ മോളെ, ഞാനൊന്ന് മറന്നുപോയി, ബാക്കി എല്ലാ കൂട്ടം കറിയുണ്ടല്ലോ, 6-7 കൂട്ടം കറിയും തോരനും മോള് പറഞ്ഞ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. മുത്തശ്ശി പറയാണ്, ഒരു സദ്യക്കുള്ള സാധനം ഉണ്ടല്ലോ ഈ ഡെസ്കയില്, എന്നിട്ട് ഒരു ഉള്ളിത്തീല് കുറവൊന്നിനാണോ മോള് പറയുന്നേ? അയ്യോ അമ്മ, ഞാൻ പറഞ്ഞതല്ല, ഞാൻ ജസ്റ്റ് ഓർമ്മിച്ചെന്നേ ഉള്ളൂ എന്ന് പറയാണ്. ജാനകി ചാടി എഴുന്നേറ്റ് നയനോട് ചൂടാവാണ്, നീ എന്താ ഉള്ളിത്തീലുണ്ടാക്കാഞ്ഞത്? അതല്ല നിനക്ക് ഇവിടെ എന്താടി പണി എന്ന് ചോദിക്കുന്നുണ്ട്. ചെറിയമ്മേ, ഞാൻ ബാക്കിയെല്ലാം ഉണ്ടാക്കിയല്ലോ, ഞാനത് മറന്നു പോയതാ മോള് പറഞ്ഞ ലിസ്റ്റിൽ നിന്ന്. അങ്ങനെ നീയെ മറക്കണ്ട. അനാമിക ആരെന്നറിയാലോ, എന്റെ മരുമകളാ, നിന്നെപ്പോലൊന്നും അല്ല, ഇട്ടുപോടാൻ സ്വത്തുള്ള കുടുംബത്തിൽ നിന്ന് വന്നവളാ. അതുകൊണ്ട് ആ ഒരു ഓർമ്മ നിനക്ക് വേണം. അതുകൊണ്ട് ഇനി വൈകുന്നേരം സമയമാകുമ്പോഴേക്കും അവകൾ ഉള്ളത്തിലൂടെ റെഡിയായിരിക്കണം. പെട്ടെന്ന് ഡെസ്കിൽ ആഞ്ഞടിച്ചുകൊണ്ട് ചാടി എഴുന്നേക്കാട്ടോ മുത്തശ്ശൻ. ജാനകി എന്ന് വിളിച്ചുകൊണ്ട്
നീ ആരാന്ന് നിന്റെ വിചാരം? നീ ആരാ ഈ വീട്ടിലെ മുതലാളിയോ? ഇത്രയും കാലം ദേവ്യാനിക്കും ജലജയോടുമായിരുന്നു എനിക്ക് പറയേണ്ടത്. നിന്നോട് ഇന്നേ വരെ എനിക്കൊരു കാര്യം പറയേണ്ടി വന്നിട്ടില്ല. എനിക്കതൊരു സന്തോഷം ഉണ്ടായിരുന്നു. എന്റെ ഇളയ മരുമകൾ വളരെ ബുദ്ധിശാലി, വളരെ പാവമാണെന്ന് ഓർത്ത് ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. ഇപ്പം അതെല്ലാം എനിക്ക് മതിയായി. ഇത്രയും കാലം നയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നയനക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്ത് നീയാ. ഇപ്പൊ നീ തന്നെ ഇങ്ങനെ ചെയ്താ ഞാൻ എന്താ ചെയ്യാം? എന്റെ മുത്തശ്ശൻ ദേഷ്യപ്പെടുകയാണ്. അതച്ചാ ഞാൻ മിണ്ടിപ്പോവരുത്. നിന്റെ അനാമിക നിന്റെ സ്വന്തം മരുമകൾ, നിന്റെ വലിയ മരുമകളാണെങ്കിൽ അത് നിന്റെ കയ്യിൽ ഇരുന്നാണ്ടാ മതി. അവർക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നീ ഉണ്ടാക്കി കൊടുക്ക്. അതല്ലാതെ നയനേറെ നിന്റെയൊക്കെ വേലക്കാരിയോ നീ പറഞ്ഞൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ? ഇനി മേലാൽ നയനോട് എന്തെങ്കിലും ആജ്ഞാപിക്കുന്ന ഞാൻ കണ്ടാൽ ശരിയാക്കി കളയും ഞാനെന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശനും കഴിപ്പ് അങ്ങനെ നിർത്തിയിട്ട് അവിടുന്ന് പോവാണ്. അപ്പോഴേക്കും നയന് പറയുന്നുണ്ട്, മുത്തശ്ശനും കഴിച്ച് പകുതിയെ കഴിച്ചുള്ളല്ലോ. മുത്തശ്ശി പറയാണ്, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാകുമ്പം എങ്ങനെയാ മോളെ കഴിക്കാം? നിന്നെ അവിടുത്തെ വേലക്കാരിയാക്കിട്ട് പോലും നിനക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആദർശേ എത്ര ഇവിടെ 2 സർവൻസിനെ റെഡിയാക്കിക്കോ. നയനമോളെ വിട്ട് കഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോഴേക്കും ജാനകിയും ജലജയും ദേവേനും ചോദിക്കാണ്, അവളിച്ചിരി കഷ്ടപ്പെട്ടാൽ എന്താമേ കുഴപ്പം? വല്ല രാജകുമാരി ഒന്നും അല്ലല്ലോ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. അവളുടെയൊക്കെ യോഗ്യത അത്രേ ഉള്ളൂ. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കാണ്, ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കണോ? നിന്റെയും കൂടെ വായടപ്പിക്കാം, രണ്ടിനും ചെവിക്കൽ തോരൻ തരാം. എന്താ പറയുന്നേ? അപ്പോഴേക്കും അവർന്ന് മിണ്ടാതിരിക്കാണ്. ദേവനി പറയുന്നുണ്ട്, അല്ലെങ്കിലും അമ്മ ഒരിക്കലും എപ്പോഴും ഇവൾക്ക് സപ്പോർട്ടല്ലേ സംസാരിക്കുള്ളൂ. ഞങ്ങളുടെ ഭാഗത്ത് ന്യായം നോക്കില്ലല്ലോ. എന്ത് ന്യായവാടി ഉള്ളത്? നിങ്ങൾ 4 പെണ്ണുങ്ങൾ കൂടിയിട്ട് ഒരു പാവത്തിനിട്ട് പണിയിപ്പിക്കുന്നതാണോ ഈ ന്യായം? ചോറും വെച്ച് 6-7 കൂട്ടാനുണ്ടാക്കിയ ആ പാവം കാപ്പിക്ക് എത്ര ഐറ്റങ്ങൾ ഉണ്ടാക്കിയത്? പൂരി, ദോശ, ചപ്പാത്തി, ഇഡലി, എത്ര കറികൾ അവൾ ഉണ്ടാക്കിയത്? അതൊന്നും നിനക്കൊന്നും തികയുന്നില്ലല്ലേ? നാളെ തൊട്ട് കൂടുതൽ അഹങ്കരിച്ച എല്ലാത്തിനും അടുക്കള കയറ്റും പറഞ്ഞേക്കാം. നയന, നീ ഇനി കണ്ണും കിടക്കെ നിന്നാ മതി. കൂടുതൽ പാവത്താനായാലേ എല്ലാവരും കൂടി തലേ കയറും എന്ന് പറയാണ്. ശരി മുത്തശ്ശിന്ന് അവളും പറയുന്നുണ്ട്. അപ്പോഴേക്കും ജാനകിയും ജലജയും ദേവന് പറയാണ്, കണ്ടില്ലേ അവക്ക് ഇവര് സപ്പോർട്ടുണ്ട്, അതാ ഏറ്റവും വലിയ പ്രശ്നം, അതോ അത് ഇല്ലാതാക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കഴിപ്പെല്ലാം കഴിഞ്ഞിട്ട് അനാമിക ഇങ്ങനെ മുറിയിൽ പോയി കിടക്കായിരിക്കും. ഈ സമയത്ത് നയന അതിലെ പാസ് ചെയ്ത് പോകുന്ന കാണുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, അതെ എനിക്കുള്ള ഒരു ജ്യൂസ് വേണം, പോയി എടുത്തിട്ട് വാ എന്ന് പറയുന്നുണ്ട്. ഭയങ്കര ദേഷ്യത്തോടു കൂടി ദേഷ്യപ്പെട്ടിങ്ങനെ പറയാൻ കേട്ടോ. ശരി മോളെ ഞാൻ കൊണ്ടുവരാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശ് വരികയാണ്. എന്താ നയന? അല്ല അനാമിക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് വേണമെന്ന്. അപ്പോഴേക്കും അനാമിയുടെ റൂമിന്റെ വാതിൽ നിന്നുണ്ട് ആദർശ് ഉറക്കെ പറയുന്നുണ്ട്, അതെന്താ അവൾക്ക് നടന്നു എടുക്കാൻ ഗ്ലാസ് ഇല്ലേ? കാലില്ലേ? അവൾ വേണമെങ്കിൽ ഇപ്പൊ എടുത്തോളും. നീ കൂടുതൽ അവൾക്ക് സപ്പോർട്ട് ചെയ്ത് അവളുടെ അടിമ തന്നെ ആവാൻ നോക്കണ്ട കേട്ടല്ലോ. മലയ്ക്ക് റൂമിൽ പോന്നതിന എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും ഇത് അനാമിക കേൾക്കുന്നുണ്ട്. ഓഹോ, പെണ്ണുമ്പിളെ കൊണ്ട് ജോലി ഏൽപ്പിക്കുന്നില്ല എന്ത് സങ്കടം അയാൾക്ക്, ശരിയാക്കി തരാം എന്ന് പറയാണ്. എന്നിട്ട് ആദർശ് ഇങ്ങനെ അവളുടെ മുറിയിലേക്ക് നോക്കിയിട്ട് അവളോട് പറയാണ്, പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളെ എന്റെ ഭാര്യ, ആദർശിന്റെ ഭാര്യ. ഞാനാണെന്ന് നിനക്ക് പറഞ്ഞിരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇനി മേലെ അവളുടെ അടുത്ത് ഇമാതിരി ഇറസ്പെക്ട് ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഞാൻ എന്താ പ്രവർത്തിക്കാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിനക്ക് ആവശ്യമുള്ള നീ പോണെ വേണം പോയി എടുത്ത് കഴിക്കണം, അല്ലാതെ എന്റെ ഭാര്യ നിന്റെ സെർവന്റ് ഒന്നുമല്ല കേട്ടല്ലോ. ഇനി കൂടുതൽ ഷുവറൊക്കെ നിന്നാൽ എന്റെ തനിസ്വരൂപം നീ കാണും. നിന്റെ അമ്മായിമ്മ നിനക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് ഞാൻ ഓർക്കില്ല. നീ എന്റെ അനിയുടെ ഭാര്യ, എന്റെ അനിയത്തി ആവേണ്ടവളാ. അതുകൊണ്ട് ഒരു ഏട്ടന്റെ അധികാരം വെച്ച് പറയുകയാണെന്ന് തന്നെ കൂട്ടിക്കോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ആദർശ് പോവാണ്.